പമ്പയുടെ ഇരുകരകളെയും ആവേശത്തിലാക്കി നീരേറ്റുപുറം പമ്പ ജലമേളയുടെ ഫൈനൽ മത്സരം. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ റിക്സൺ ഉമ്മൻ എടത്തിൽ ക്യാപ്റ്റനായ തലവടി ചുണ്ടൻ ജനകീയ ട്രോഫിയിൽ മുത്തമിട്ടു. ജലോത്സവത്തിന്റെ ആവേശ കാഴ്ചകൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കുട്ടനാട് കേബിൾ വിഷൻ. തലവടി തന്നെ റിക്സൺ ഉമ്മന് തന്നെ രണ്ടാം ജയം 2023 ജയിച്ച അതേ തലവടി യുണൈറ്റഡ് സ്പോർട്സ് ക്ലബിന്റെ ബാലസിംഹങ്ങൾ വരുമ്പോൾ ഓവർ ടു ഷാജി ചേരമൻ കാവാലം. വരുന്നു 3 പടയാളികൾ, വീരയോദ്ധാക്കൾ. ആരാണ്? തലവടിയുണ്ട്, ജവഹറുണ്ട്, നിരണമുണ്ട്. ഈ പമ്പയെ പിളർന്നുകൊണ്ട് വിജയത്തിലേക്ക് കുതിക്കാൻ തലവടിയുടെ ബാലസിംഹങ്ങൾ യുണൈറ്റഡ് ബോട്ട് ക്ലബിന്റെ മിനിറ്റിൽ 96 പ്രാവശ്യം തുഴയിട്ടുകൊണ്ട് അമ്പോ എന്തൊരു മത്സരമാണ്. ഇല്ല, 3-ാം ട്രാക്കിലൂടെ നിരണവും പാഞ്ഞു വരികയാണ്. ജവഹർ അല്പം പിൻപോട്ട് മാറിയോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇല്ല, 3 കൂട്ടരുമുണ്ട്. തലവടി മുൻപോട്ട് കുതിക്കുകയാണ്. ഒപ്പത്തിനൊപ്പമല്ല, UBC കഴിഞ്ഞ ദിവസത്തെ വിജയങ്ങൾ കരസ്ഥമാക്കിയെങ്കിൽ ഇതാ കണ്ടില്ലേ എത്ര മനോഹരമായിട്ട് നിരണവും തമ്മിലുള്ള പോരാട്ടത്തില് ഇതാ റിക്സണിടത്തിൽ തലവടിയുടെ പൊന്നോമന പുത്രന്മാർ, തലവടിയുടെ അഭിമാനമായി മാറിയ തലവടി ചുണ്ടൻ ഇതാ മുൻപോട്ട് കുതിച്ചു പാഞ്ഞു വരികയാണ്. ഇതാ 2ാം സ്ഥാനത്തേക്ക് വരികയാണ്. നിരണം 2ാം സ്ഥാനത്ത് വരുന്നെങ്കിൽ 3ാമതായിട്ട് ഇതാ വരുന്നു ജവഹർ തായങ്കരി വരുന്നു. വർണ്ണശബളമായ ജലഘോഷയാത്രയോടെയാണ് നീരേറ്റുപുറം പമ്പ ജലമേളയ്ക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന മനോഹരമായ മാസ് ഡ്രില്ലിന് തങ്കച്ചൻ പാട്ടത്തിൽ നേതൃത്വം നൽകി. രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്തെ പ്രമുഖർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു. മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ പമ്പയാറിന്റെ ഇരുവശങ്ങളിലുമുള്ള ആയിരക്കണക്കിന് ആളുകൾ ഈ വള്ളംകളി ദർശിക്കുവാൻ വന്നിരിക്കുന്നു, ആസ്വദിക്കാൻ വന്നിരിക്കുന്നു. അവരെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. അതുപോലെ ഈ 22 തിരുവോണത്തിന് നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും തിരുവോണം 15-നാണ്, 7 ദിവസം കഴിഞ്ഞെങ്കിലും ഈ വള്ളംകളി 22 നടത്തുവാൻ അതിന് നേതൃത്വം കൊടുത്ത അതിൻ്റെ പ്രസിഡന്റിനെയും ജനറൽ സെക്രട്ടറിയെയും സംഘാടകരെയും കമ്മിറ്റിക്കാരെയെല്ലാം അഭിവാദ്യം ചെയ്യുന്നു. തിരുവോണമെന്ന് പറയുന്നത് നമ്മെ ഒരുമിപ്പിക്കേണ്ടതാണ്. ഈ കേരളത്തിലെ ജലോത്സവങ്ങളെല്ലാം മനുഷ്യരെ ഒരുമിപ്പിക്കേണ്ടതാണ്. അവിടെ ജാതിയും മതവും രാഷ്ട്രീയ വ്യത്യാസമൊന്നും ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു. എല്ലാവരും ഏക മനസ്സോടെ ജലോത്സവത്തിൽ പങ്കെടുക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, അതിലെ തൊഴിൽക്കാർ മുഴുവൻ ഒരേ മനസ്സോടെ തുഴയുന്നു, ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നു. അങ്ങനെ വള്ളംകളി ജലോത്സവം യഥാർത്ഥത്തിൽ ഒരുമയുടെ ഉത്സവമാണ്, ഐക്യത്തിൻ്റെ ഉത്സവമാണ്. ജലോത്സവ സമിതി വർക്കിംഗ് ചെയർമാൻ റജി എബ്രഹാം അധ്യക്ഷനായി. ആന്റോ ആന്റണി MP ജലമേള ഉദ്ഘാടനം ചെയ്തു. ചുണ്ടൻ വള്ളങ്ങളുടെ വാശിയേറിയ ഫൈനൽ മത്സരത്തിനൊടുവിൽ റിക്സൺ ഉമ്മൻ എടത്തിൽ ക്യാപ്റ്റനായ തലവടി ടൗൺ ബോട്ട് ക്ലബിന്റെ തലവടി ചുണ്ടൻ ജേതാവായി. UBC കൈനഗിരിയുടെ കരുത്തന്മാരായ തുഴച്ചിൽക്കാർ വള്ളത്തെ പടക്കുതിരയെപ്പോലെയാണ് പായിച്ചത്. ഫൈനൽ മത്സരത്തിൽ 2ാം സ്ഥാനം നിരണവും 3ാം സ്ഥാനം ജവഹർ തായങ്കരിയും കരസ്ഥമാക്കി. ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനലിൽ 1ാമതെത്തിയത് കുര്യൻകോശി ക്യാപ്റ്റനായ കല്ലുപുരയ്ക്കൽ ബോട്ട് ക്ലബിന്റെ വലിയ ദിവാഞ്ചിയാണ്. ചെറുവള്ളങ്ങളുടെ മത്സരവും കാണികളെ ആവേശത്തിലാക്കി. മത്തായി K ആന്റണി ക്യാപ്റ്റനായ കൊണ്ടാക്കൽ ബോട്ട് ക്ലബിന്റെ കുറുപ്പ് പറമ്പനാണ് ഇരുട്ടുകുത്തി വിഭാഗത്തിലെ ജേതാവ്. A ഗ്രേഡ് വിഭാഗത്തിൽ ഒറ്റയ്ക്ക് തുഴഞ്ഞ തുരുത്തിത്തറയെ വിജയിയായി പ്രഖ്യാപിച്ചു. വെപ്പ് A ഗ്രേഡ് ഫൈനലിൽ ജോവൽ ജോഷി ക്യാപ്റ്റനായ സെന്റ് ജോർജ് ബോട്ട് ക്ലബ് പാണ്ടങ്കരിയുടെ പുന്നത്ര വെങ്ങാഴിക്കാണ് 1ാം സ്ഥാനം. മത്സരങ്ങൾക്ക് ശേഷം കളിവള്ളങ്ങൾക്കുള്ള സമ്മാനദാനം നടന്നു. തലവടി ചുണ്ടൻ തുടർച്ചയായി 2ാം തവണയാണ് നീരേറ്റുപുറം പമ്പ ജനകീയ ട്രോഫി കരസ്ഥമാക്കുന്നത്. നെല്ലറയായ കുട്ടനാടിനെയും ഇവിടുത്തെ കർഷകരെയും സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന്
താമരശ്ശേരി രൂപത മെത്രാനും കത്തോലിക്ക കോൺഗ്രസ് ബിഷപ്പ് ലെഗേറ്റുമായ മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ കർഷകർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും ബിഷപ്പ് ആവശ്യപ്പെട്ടു. കുട്ടനാടിനെയും കർഷകരെയും ഒക്കെ രക്ഷിക്കാൻ സർക്കാർ അല്ലാതെ മറ്റാര് മുന്നോട്ട് വരുമെന്നും ബിഷപ്പ് റെമിജിയോസ് ചോദിച്ചു. മങ്കൊമ്പ് തെക്കേക്കരയിൽ വരിയും കവടയും മൂലം കൃഷിനാശം സംഭവിച്ച മൂലം പൊങ്ങമ്പ്ര പാടശേഖരം സന്ദർശിച്ച ശേഷം KCB ന്യൂസ് പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. നഷ്ടം വന്ന് ഇതുപോലെ കളകേറിയ പാടശേഖരങ്ങൾ കാണുകയും കർഷകർക്ക് നഷ്ടപരിഹാരം ചെയ്തെങ്കിൽ മാത്രമേ കർഷകർ ഇനിയും കൃഷി ചെയ്യൂ. നമ്മുടെ ഈ കേരളത്തെ തീറ്റിപ്പോറ്റാൻ എന്ന് മുൻനിര നിൽക്കുന്ന കുട്ടനാടിനെ രക്ഷിക്കാതെ നമുക്കെന്നും പുറമേ നിന്ന് അരി കൊണ്ടുവരുന്ന രീതി എത്ര കാലം പിന്തുടരാൻ സാധിക്കും? നമുക്കതുകൊണ്ട് ഈ കുട്ടനാടിനെ രക്ഷിക്കണം. ഈ നെല്ലറയെ നമുക്ക് കാത്തു പരിപാലിക്കണം. അതിന് സർക്കാർ മുന്നോട്ട് വരണം. പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ് കർഷകർക്ക് വേണ്ടി. ഇവർക്ക് പലപ്പോഴും നഷ്ടം നേരിട്ടുകൊണ്ടാണ് കൃഷി ചെയ്യുന്നത്. അത് കൃഷിയോടുള്ള സ്നേഹം കൊണ്ടാണ്, ഇവരുടെ ഈ നാടിനോടുള്ള സ്നേഹം കൊണ്ടാണ്. കൃഷി പലപ്പോഴും നശിച്ചു പോയത് ആവശ്യത്തിന് പിന്തുണ ലഭിക്കാത്തതാണ്. മറ്റ് രാജ്യങ്ങളിലെല്ലാം കർഷകർക്ക് ഇതുപോലെ നഷ്ടങ്ങൾ വരുമ്പോൾ ആവശ്യത്തിന് സാമ്പത്തികമായി പിന്തുണ നൽകിക്കൊണ്ട് പ്രതീക്ഷ നൽകുന്നുണ്ട്. ഈ അവസരത്തിൽ ബന്ധപ്പെട്ട കൃഷിമന്ത്രിയോടും ഉദ്യോഗസ്ഥരോടും ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്, ഞങ്ങളെ രക്ഷിക്കൂ, കർഷകരെ രക്ഷിക്കൂ, ഞങ്ങളുടെ കൂടെ നിൽക്കൂ, ഞങ്ങളെ സഹായിക്കൂ. ഈ ഒരു നിലവിളി നിങ്ങളുടെ മുമ്പിൽ എത്തണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. വിളനാശം സംഭവിക്കുമ്പോൾ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുക, നെല്ല് സംഭരണ വില രൊക്കമായി നൽകുക, കൈകാര്യ ചെലവ് 300 രൂപയായി വർദ്ധിപ്പിക്കുക, മുടങ്ങിക്കിടക്കുന്ന കർഷക പെൻഷൻ ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളും ബിഷപ്പ് റെമിജിയോസ് അധികാരികളോടായി ഉന്നയിച്ചു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രതിനിധി സഭാ നേതാക്കളായ ഔസേപ്പച്ചൻ ചെറുകാട്, നൈനാൻ തോമസ് മുളപ്പാൻമഠം, ഇൻഫാം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ടോം ജോസഫ്, കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി അതിരൂപത സെക്രട്ടറി ചാക്കപ്പൻ ആന്റണി, വൈസ് പ്രസിഡന്റ് CT തോമസ് കാച്ചാങ്കോടം, കർഷകൻ ജെയിംസ് വർഗീസ് എന്നിവരും ബിഷപ്പിനൊപ്പം ഉണ്ടായിരുന്നു. പാലം കയറുമ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്നത് ശ്വാസം മുട്ടലും കിതപ്പുമല്ല, പകരം സന്ധിവേദന. ചങ്ങനാശ്ശേരി ആസ്മ പാലം അപ്രോച്ച് റോഡ് താഴ്ന്നും കൈവരികൾ പൊട്ടിപ്പൊളിഞ്ഞും തകർന്ന നിലയിൽ. ചങ്ങനാശ്ശേരി നഗരത്തെയും വെട്ടിത്തുരുത്ത് പ്രദേശത്തെയും ബന്ധിപ്പിക്കുന്ന പാലമാണിത്. പേര് ആസ്മ പാലം. പണ്ട് ഈ പാലം കയറുമ്പോൾ പാലം യാത്രക്കാർക്ക് സമ്മാനിച്ചിരുന്നത് ശ്വാസം മുട്ടലും കിതപ്പുമായിരുന്നു. അന്ന് തടികൊണ്ടുള്ള ഗോവണിപ്പാലമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. താഴെ കൂടി ബോട്ട് പോകേണ്ടിയിരുന്നതുകൊണ്ട് പടികൾ കെട്ടി ഉയർത്തിയായിരുന്നു പാലം. ഗോവണി ചവിട്ടിക്കഴിയുമ്പോൾ യാത്രക്കാർക്ക് ശ്വാസം മുട്ടലും കിതപ്പും അനുഭവപ്പെടും. അങ്ങനെ പാലത്തിന് ആസ്മ പാലം എന്ന് പേര് വീണു. പിന്നീട് പൊക്കം കുറഞ്ഞ കോൺക്രീറ്റ് പാലം വന്നു. ബോട്ടും വള്ളവുമൊന്നും വരാതെയുമായി. തോട് അങ്ങനെ പോളയും പുല്ലും തിങ്ങിക്കിടപ്പുമായി. റോഡിന്റെയും പാലത്തിന്റെയും ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ, ഇതിലേ കൂടി ഒരു യാത്ര കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്നത് സന്ധിവേദനയാണ്. പാലത്തിന്റെ അപ്രോച്ച് റോഡ് വളരെ താഴ്ന്ന നിലയിലായി കഴിഞ്ഞു. പാലത്തിലേക്ക് കയറുമ്പോൾ വാഹനങ്ങളുടെ നിയന്ത്രണം വിട്ടുപോകുന്ന സ്ഥിതിയാണുള്ളത്. വാഹനങ്ങളുടെ അടിഭാഗം പാലത്തിൽ തട്ടി കേടുപാടുകളും സംഭവിക്കുന്നു. പാലത്തിന്റെ കോൺക്രീറ്റ് കൈവരികളാകട്ടെ പൊട്ടിപ്പൊളിഞ്ഞ് ഒരു ഭാഗം അടർന്നുമാറിയ നിലയിലാണ്. മറുഭാഗമാകട്ടെ പൂർണ്ണമായും തകർന്ന നിലയിലും. ആകെ ആടി ഉലഞ്ഞുള്ള ഒരു യാത്രയാണ് ഇവിടെ എന്ന് പറയാം. പാലത്തിന്റെ കിഴക്കുഭാഗം ചങ്ങനാശ്ശേരി നഗരസഭയിലും പടിഞ്ഞാറ് ഭാഗം വാഴപ്പള്ളി പഞ്ചായത്തിലും ഉൾപ്പെട്ടതാണ്. വെട്ടിത്തുരുത്ത് ഭാഗത്ത് 100 കണക്കിന് കുടുംബങ്ങളാണ് പാലത്തെ ആശ്രയിക്കുന്നത്. കൈവരി തകർന്നിരിക്കുന്നതിനാൽ വാഹനങ്ങൾ കടന്നുപോയ ശേഷമേ ആൾക്കാർക്ക് പാലത്തിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ സൈഡിലേക്ക് മാറിയാൽ തോട്ടിലേക്ക് വീഴാൻ സാധ്യത ഏറെയാണ്. പാലം മുതൽ SNDP ക്ഷേത്രം വരെയുള്ള 1.5 കിലോമീറ്റർ റോഡും തകർന്ന നിലയിൽ തന്നെ. ബജറ്റിൽ പാലം നിർമ്മാണത്തിനൊക്കെ തുക വകയിരുത്തിയിട്ടുണ്ടെങ്കിലും അതെത്രയും വേഗം ആരംഭിക്കണമെന്ന ആവശ്യമാണ് ഇവിടെ നിന്നും ഉയരുന്നത്. തോട്ടപ്പള്ളി ഹാർബറിൽ സമുദ്ര ശുചീകരണ യജ്ഞം നടത്തി സേവാഭാരതി. അന്താരാഷ്ട്ര സമുദ്ര ശുചീകരണ ദിനവുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രവർത്തനങ്ങൾ. സേവാഭാരതി പുറക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഹാർബറിനുള്ളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ ഉപേക്ഷിച്ച വലകൾ തുടങ്ങിയവ നീക്കം ചെയ്തുകൊണ്ടാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. സേവാഭാരതി യൂണിറ്റ് രക്ഷാധികാരിയും റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനുമായ V. രമണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മണ്ണ് സംരക്ഷണം, ജലസംരക്ഷണം, പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം എന്നീ 3 വളരെ പ്രധാനപ്പെട്ട
ഭൂമിയിലെ ആവാസ വ്യവസ്ഥകൾക്ക് കോട്ടം സംഭവിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ 3 കാര്യങ്ങൾക്ക് കോട്ടം സംഭവിച്ചാൽ ഭൂമിയിലെ ആവാസ വ്യവസ്ഥകൾക്ക് കോട്ടം സംഭവിക്കും എന്നുള്ളത് ആരും തന്നെ നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞറിയേണ്ട കാര്യമല്ല. മനുഷ്യരായി ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും സ്വയം ബോധ്യപ്പെടുത്താം, അല്ലെങ്കിൽ സ്വയം ബോധ്യമുള്ള കാര്യമാണ്. അപ്പൊ ഇതിനെ നമ്മൾ മലിനമാക്കാതിരിക്കാൻ ഈ മണ്ണിനെയും ജലത്തിനെയും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം അടക്കമുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ കൂടുതൽ ആക്കം കൂട്ടിക്കൊണ്ട് ഭാരതത്തിന്റെ അല്ലെങ്കിൽ ഭാരതം എന്ന പുണ്യഭൂമിയുടെ പരമപവിത്രമായ ലക്ഷ്യം ഏറ്റവും പ്രധാനമാണ് വൃത്തി. നമ്മുടെ സംസ്കാരത്തിനൊപ്പം വൃത്തിയും പരിസ്ഥിതി സംരക്ഷണവും ഒക്കെ കൂടുതൽ സമൂഹത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ട അശ്രാന്ത പരിശ്രമത്തിന്റെ ഭാഗമായി സംഘം നിർദ്ദേശിച്ചിരിക്കുന്ന ഗതിവിധികളിൽ വളരെ പ്രധാനപ്പെട്ട പര്യാവരണന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര സമുദ്ര ദിനങ്ങളിൽ നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തപ്പെടുന്നത്. സ്വച്ഛ തീരം സുരക്ഷിത സമുദ്രം എന്ന ലക്ഷ്യമാണ് അന്താരാഷ്ട്ര സമുദ്ര ശുചീകരണ ദിനം ലക്ഷ്യമിടുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ രമണൻ പറഞ്ഞു. സേവാഭാരതി പുറക്കാട് യൂണിറ്റ് പ്രസിഡന്റ് പ്രവീൺ പരമേശ്വരൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. പരിസ്ഥിതി പ്രവർത്തകൻ സുനിൽ സുരേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗം സി രാജു, സേവാഭാരതി യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാരായ ഷൈമ ഷാജി, എസ് രാജേന്ദ്രൻ, BJP നേതാക്കളായ കുഞ്ഞുമോൻ, അമ്പാടൻ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. SNDP യോഗം അമ്പലപ്പുഴ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനാചരണം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടത്തി. ശനിയാഴ്ച രാവിലെ 9-ന് പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. ഗുരുമണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം ഗുരുഭാഗവത പാരായണം ആരംഭിച്ചു. രാവിലെ 10-നായിരുന്നു സമൂഹ പ്രാർത്ഥന. ഉച്ചകഴിഞ്ഞ് 3:30 ചേർന്ന ദിനാചരണ സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് P. ഹരിദാസ് അധ്യക്ഷനായിരുന്നു. SNDP യോഗം യൂത്ത് മൂവ്മെന്റ് കേന്ദ്ര സമിതി അംഗം ബിബിൻ ഷാൻ ഗുരുപ്രഭാഷണം നടത്തി. ഈ രോഗത്തെ മറികടക്കാൻ ശ്രമിക്കാത്തത് ഗുരു സമാധിയാകാൻ ആലോചിക്കുന്നു. മൂർഖോത്തിന്റെ ഭാഷയിൽ ഇവരെല്ലാവരും വന്ന് ഗുരുവിന്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് 6 തലച്ചങ്ങ് നിലവിളിച്ചു എന്നാണ്. അപ്പോൾ ഗുരു തമാശയ്ക്ക് ചോദിക്കുന്നുണ്ട് ചൈതന്യസ്വാമിയോട്, നീയാണ് ഇതിന്റെ പുറകിലല്ലേ എല്ലാവരെയും അറിയിച്ചത്? ചൈതന്യസ്വാമികൾ തൃപ്പാദങ്ങൾ ശരീരം ഉപേക്ഷിക്കുകയാണോ എന്ന് ചോദിച്ച് വീണ്ടും പൊട്ടിക്കരയുമ്പോൾ ഗുരുവിന്റെ ഒരു പ്രസ്താവനയായി മൂർഖോത്ത് കുമാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആവട്ടെ നിങ്ങൾക്ക് വേണ്ടി കുറച്ചു കാലം കൂടി മനുഷ്യവേഷം കെട്ടിയേക്കാം. നിങ്ങൾക്ക് നോക്കിയാൽ ഈ വിജയഗോസിനി മാസികയിലെ പ്രിന്റഡായ മൂർഖോത്ത് കുമാരൻ ലേഖനമാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് സ്വാമി ഇത് പറഞ്ഞതിന് ശേഷം ഗുരുവിന്റെ ഓരോ ആക്ടിവിറ്റികളും ശിവഗിരി മഠത്തിലെ ആശ്രമ ബന്ധുക്കളെ, ഗുരുവിന്റെ നിതാന്തമായ ഗുരുവിന്റെ കൂടെ അനുചര സംഘത്തെ എല്ലാവരെയും ഗുരു ട്രെയിൻ ചെയ്ത് സമാധിയിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് കാണാം. യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദൻ, വൈസ് പ്രസിഡന്റ് B. രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. SNDP യോഗം ആലപ്പുഴ പാതിരപ്പള്ളി 581 നമ്പർ ശാഖയിൽ മഹാസമാധി ദിനാചരണം ഭക്തിസാന്ദ്രമായി. പുഷ്പാർച്ചനയ്ക്കും പ്രാർത്ഥനകൾക്കും ഗുരുഭാഗവത പാരായണത്തിനും ശേഷം മൗനജാഥ നടത്തി. വൈകുന്നേരം 6:30-ന് ദീപക്കാഴ്ചയ്ക്കായി PP ചിത്തരഞ്ജൻ MLA ഭദ്രദീപം പ്രകാശനം ചെയ്തു. ഗുരുദേവന്റെ ചിന്തകളും ഒരിക്കലും മായാതെ നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓരോ നിമിഷവും കടക്കുന്തോറും ഗുരുദേവന്റെ ചിന്തകളുടെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹത്തിൽ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഏതാണ്ട് 1.5 നൂറ്റാണ്ട് കാലത്തിനപ്പുറം അന്ന് നിലനിന്നിരുന്ന സാഹചര്യമാണ് നമ്മൾ നോക്കേണ്ടത്. ഗുരുവേ ദേവാ വന്നാലും ശാന്തി പകർന്നു തന്നാലും, ഗുരുവേ ദേവാ വന്നാലും ശാന്തി പകർന്നു തന്നാലും. അമ്പലപ്പുഴ യൂണിയൻ പ്രസിഡന്റ് P. ഹരിദാസ്, സെക്രട്ടറി KN പ്രേമാനന്ദൻ, കൗൺസിലർ VR വിദ്യാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഭക്തിഗാനമേള അരങ്ങേറി. മങ്കമ്പ് തെക്കേക്കര 840 നമ്പർ നാട്ടായം NSS കരയോഗത്തിന്റെ 5ാമത് കുടുംബസംഗമം ഞായറാഴ്ച നടത്തി. കുട്ടനാട് താലൂക്ക് NSS യൂണിയൻ വൈസ് പ്രസിഡന്റ് P. രാധാകൃഷ്ണൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
കുട്ടനാട് താലൂക്കിലെ 1ാം സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞ ഒരു കരയോഗമാണ് നാട്ടായം കരയോഗം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെയാണ് ഞാൻ ഇന്ന് കണ്ടത്. താലൂക്ക് യൂണിയൻ ഒരു പരിപാടി ആസൂത്രണം ചെയ്യുമ്പോൾ തലേ ദിവസം എത്രയോ പേരുടെ ശ്രമമാണ് അവിടെ നടക്കുന്നത്. അവിടെ ഒന്നിച്ചിരുന്നുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും ആ പരിപാടി എങ്ങനെയാണോ ഭംഗിയാക്കേണ്ടത്, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം എന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നത് പോലെ തന്നെ ഒരു കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും കുടുംബസംഘവും മനോഹരമാക്കുവാൻ എത്ര കൃത്യതയോടുകൂടിയാണ് ഈ കരയോഗം അതിന് നേതൃത്വം കൊടുത്തത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ ആത്മാർത്ഥമായി നിങ്ങളെ അഭിനന്ദിക്കുന്നു. മങ്കൊമ്പ് തെക്കേക്കര അട്ടിയിൽ സുരേഷ് കുമാറിന്റെ വസതിക്ക് സമീപം അഖിൽ നഗറിൽ ചേർന്ന സമ്മേളനത്തിൽ കരയോഗം പ്രസിഡന്റ് ബാബുക്കുട്ടൻ സി പിള്ള അധ്യക്ഷനായി. കുട്ടനാട് NSS യൂണിയൻ വനിതാ സമാജം പ്രസിഡന്റ് ശ്രീദേവി രാജു, താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗം വേണുഗാനം പണിക്കർ, വനിതാ യൂണിയൻ പ്രതിനിധി പ്രിയ ആർ നായർ, കരയോഗം സെക്രട്ടറി വി രാധാകൃഷ്ണൻ നായർ, വൈസ് പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് കാട്ടിത്തറ, ട്രഷറർ വിപിൻ കുമാർ മുതിരപ്പറമ്പ്, കുടുംബസംഗമം കൺവീനർ KS രമേശ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മുതിർന്ന കരയോഗം അംഗങ്ങളെയും ഡോക്ടർ അബ്ദുൽ കലാം സ്റ്റഡി സെന്റർ എക്സലൻസ് കർമ്മശ്രേഷ്ഠ അവാർഡ് ജേതാവ് ബാബുക്കുട്ടൻ സി പിള്ളയെയും ചടങ്ങിൽ ആദരിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം NSS യൂണിയൻ വൈസ് പ്രസിഡന്റ് നിർവഹിച്ചു. നാട്ടായം വനിതാ സമാജം അംഗങ്ങളുടെ തിരുവാതിര കളി, കുട്ടികളുടെ കലാപരിപാടികൾ, തലശ്ശേരി റിഥം ഗെയിംസ് ഓർക്കസ്ട്രയുടെ ഗാനമേള എന്നിവ അരങ്ങേറി. കായംകുളം SN സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവ മഹാസമാധി ദിനം ആചരിച്ചു. SN വിദ്യാപീഠം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കേന്ദ്രീകരിച്ചായിരുന്നു ദിനാചരണ പരിപാടികൾ. സാംസ്കാരിക സമിതി പ്രസിഡന്റും സ്കൂൾ മാനേജരും പ്രശസ്ത കവിയും സാഹിത്യ നിരൂപകനുമായ ഡോക്ടർ P. പത്മകുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങുകൾ. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മുൻ ഡയറക്ടർ പ്രൊഫസർ പ്രയാർ P. രാധാകൃഷ്ണക്കുറുപ്പ് സമാധി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. മാതാ അമൃതാനന്ദമയി മഠം ബ്രഹ്മചാരി സൂക്ഷ്മാമൃത ചൈതന്യ അനുഗ്രഹ പ്രഭാഷണം നടത്തി. SN സാംസ്കാരിക സമിതി സ്കൂൾ അക്കാദമിക് കൺവീനർ അനിത സത്യൻ, പ്രിൻസിപ്പൽ KR വിശ്വംഭരൻ, SN ഇന്റർനാഷണൽ മോഡൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ TS വിജയശ്രീ, സാംസ്കാരിക സമിതി എക്സിക്യൂട്ടീവ് അംഗം K. ഉപേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന് ശേഷം കായംകുളം വിമലയും സംഘവും ഗുരുദേവ കീർത്തനങ്ങൾ ആലപിച്ചു. മാന്നാർ നാഷണൽ ഗ്രന്ഥശാലയുടെ 71ാം വാർഷികവും ഓണാഘോഷവും കഴിഞ്ഞ ദിവസം നടത്തി. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം G. കൃഷ്ണകുമാർ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പണ്ട് എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ പല കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കുവാനായിട്ട് എളുപ്പമായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ചിന്തിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കുവാൻ അന്നത്തെ നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾക്ക് സാധിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവരുടെ ചിന്തയെ നേർവഴിക്ക് കൊണ്ടുപോകുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തേ മതിയാകത്തുള്ളൂ. ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യം അവരെ വായനയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. മറ്റ് ഇതരമായ സംവിധാനങ്ങളിലേക്ക് പോകാതെ വായനയിലേക്ക് അവരെ കൊണ്ടുവന്നാൽ അവർക്ക് പുതിയതായിട്ടൊരു ലോകത്തെ സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കും. അതാണ് വായനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ്. ഗ്രന്ഥശാല പ്രസിഡന്റ് R. ശശിധരൻ അധ്യക്ഷത വഹിച്ചു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വത്സല ബാലകൃഷ്ണൻ, ഡോക്ടർ K. ബാലകൃഷ്ണപിള്ള, ശ്രീകുമാർ TS, KG ത്രിവിക്രമൻ പിള്ള എന്നിവർ സംസാരിച്ചു. തുടർന്ന് നാഷണൽ ബാലവേദി അംഗം ബ്ലാക്ക് ബെൽറ്റ് ആദിദേവിന്റെ കരാട്ടെ പ്രദർശനവും ഗ്രന്ഥശാലയുടെ റിഥം മ്യൂസിക്കിന്റെ ഗാനമേളയും നടന്നു. ഓർമ്മശക്തി കൊണ്ട് ഏവരെയും അത്ഭുതപ്പെടുത്തുകയാണ് മാന്നാർ സ്വദേശി ശ്രീവല്ലഭ് R. സാരഥി എന്ന കൊച്ചുമിടുക്കൻ. ചെറുപ്രായത്തിൽ തന്നെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലും ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ മൾട്ടി ടാലന്റഡ് കിഡ്സ് വിഭാഗത്തിലും ഇടം നേടിയിരിക്കുകയാണ് ഈ 4 വയസ്സുകാരൻ.
മാന്നാർ സ്വദേശി 4 വയസ്സുകാരൻ ശ്രീവല്ലഭ് ഒരു സകലകലാ വല്ലഭനാണ്. ISRO ചെയർമാൻമാരുടെ പേരുകൾ ചോദിച്ചാൽ അന്താളിച്ചു നിൽക്കുന്ന മുതിർന്നവർക്ക് മുന്നിൽ ഒന്നുപോലും വിടാതെ ക്രമം തെറ്റാതെ വിക്രം സാരാഭായ് മുതലുള്ള പേരുകൾ പറഞ്ഞ് ഈ കൊച്ചുമിടുക്കൻ നമ്മെ ഞെട്ടിക്കും. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാർ, രാജ്യങ്ങളുടെ പതാകകൾ, ശാസ്ത്രജ്ഞന്മാർ, അവരുടെ കണ്ടുപിടുത്തങ്ങൾ, ബഹിരാകാശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഇവയെല്ലാം ഈ കുരുന്നിൽ നിന്നും കേൾക്കുമ്പോൾ ഏവരും ഒന്നമ്പരക്കും. പുരാണങ്ങളും ഉപനിഷത്തുകളും പാരായണം ചെയ്തു വരുന്ന ഈ കൊച്ചുമിടുക്കൻ ഭഗവത്ഗീത ധ്യാന ശ്ലോകം, ഗണേശ പഞ്ചരത്നം, രാമായണം സുന്ദരകാന്ഡം, 25 സംസ്കൃത ശ്ലോകങ്ങൾ, ഭഗവത്ഗീത 15-ാം അധ്യായം എന്നിവ ചൊല്ലി ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ മൾട്ടി ടാലന്റഡ് കിഡ്സ് വിഭാഗത്തിലും ഇടം നേടിയിരിക്കുകയാണ്. കർണാടക സംഗീതത്തിലെ ഗുരുതുല്യരെയും പുതിയ തലമുറയിലെ സംഗീതജ്ഞരെയും ചിത്രം കണ്ട് തിരിച്ചറിഞ്ഞും ഗ്രന്ഥങ്ങളുടെ പേര് പറഞ്ഞാൽ വീട്ടിലെ ഗ്രന്ഥശേഖരത്തിൽ നിന്ന് പുറംചട്ട മനസ്സിലാക്കി എടുത്തു നൽകിയും 2 വയസ്സ് തികയുന്നതിനു മുമ്പേ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ശ്രീവല്ലഭ് ഇടം നേടിയിരുന്നു. നമ്മുടെ പിയാനോ കണ്ടുപിടിച്ചതാരാ? കറണ്ട് കണ്ടുപിടിച്ചതാരാ? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. പിന്നെ അമ്മ ബഹിരാകാശത്ത് കുറച്ച് കാര്യങ്ങൾ മോനോട് ചോദിക്കട്ടെ. നമ്മുടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവാരാ? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എവിടെ സ്ഥിതി ചെയ്യുന്നത്? തുമ്പയിൽ നിന്ന് ആദ്യമായിട്ട് വിക്ഷേപിച്ച റോക്കറ്റ് ഏതാ? വെരി ഗുഡ്. മോൻ ഇഷ്ടം കലാമപ്പൂപ്പയല്ലേ? കലാമപ്പൂപ്പയുടെ ആത്മകഥ ഏതാ? മിടുക്കൻ. മാന്നാർ കുട്ടമ്പേരൂർ സാരഥിയിൽ രഞ്ജിത്തിന്റെയും സുസ്മിതയുടെയും ഏകമകനായ ശ്രീവല്ലഭ് 4 മാസം പ്രായമുള്ളപ്പോൾ മുതൽ കേട്ടുശീലിച്ച അഷ്ടപതിയിലൂടെ സംഗീത ലോകത്തേക്ക് പിച്ചവെച്ച് നടന്നു തുടങ്ങി. അതുവഴി ഇടയ്ക്കയോട് ഇഷ്ടം തോന്നിയപ്പോൾ അമ്മ തന്നെ നിർമ്മിച്ചു നൽകിയ ഇടയ്ക്ക ആദ്യ കളിക്കൂട്ടുകാരനായി. പിന്നീട് മൃദംഗവും വയലിനും ഒപ്പം കൂട്ടി. APJ അബ്ദുൽ കലാമിനെയും CV രാമനെയും മധുസൂദനൻ നായരുടെ കവിതകളെയും അമ്മയുടെ മടിത്തട്ടിലിരുന്ന് വായിച്ചു കേട്ട് ഹൃദയത്തിലേറ്റിയ ശ്രീവല്ലഭിന് അബ്ദുൽ കലാമിനോട് ഏറെ ആരാധന തോന്നി. സ്വന്തം മുറിയിൽ അബ്ദുൽ കലാമിന്റെ ചിത്രങ്ങളാണ് ഈ 4 വയസ്സുകാരൻ പതിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യസമര സേനാനികളുടെയും ശാസ്ത്രജ്ഞരുടെയും രാഷ്ട്രതലവന്മാരുടെയും പസിലുകൾ നൽകിയാൽ അതിവേഗം യോജിപ്പിക്കാൻ ശ്രീവല്ലഭിനുള്ള കഴിവും ശ്രദ്ധേയമാണ്. ഈ കൊച്ചുമിടുക്കന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് കൂട്ടുകൂടാനെത്തിയവരിൽ സംഗീതജ്ഞരും ചലച്ചിത്ര പിന്നണി ഗായകരും കാർട്ടൂണിസ്റ്റുകളും തുടങ്ങി നിരവധി പ്രമുഖരുണ്ട്. ചെങ്ങന്നൂർ ചിന്മയ വിദ്യാലയത്തിൽ LKG വിദ്യാർത്ഥിയായ ശ്രീവല്ലഭിന് ISRO ചെയർമാനാകണമെന്നാണ് ആഗ്രഹം. മൊബൈൽ ഫോണിലെ വിനോദങ്ങളെ അകറ്റി നിർത്തി അറിവുകളുടെ ലോകത്തേക്ക് കൈപിടിച്ചു നടത്തിയതാണ് മകന്റെ ഈ നേട്ടങ്ങൾക്ക് പിന്നിലുള്ള രഹസ്യമെന്ന് അച്ഛൻ രഞ്ജിത്തും അമ്മ സുസ്മിതയും പറയുമ്പോൾ പുതുതലമുറയ്ക്ക് അത്ഭുതമാവുകയാണ് ലിറ്റിൽ മാസ്റ്റർ ശ്രീവല്ലഭ് R സാരഥി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണ്ണ ഗ്രാമിന് 6,960 രൂപ, പവന് 55,680 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.